Hey beautiful souls, welcome to my video. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ വെൽക്കം ടു മൈ ചാനൽ ടു. രാവിലത്തെ സൺലൈറ്റ് നമുക്കും നമ്മുടെ റൂമിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ റൂമിൻ്റെ ജനലൊക്കെ ഒന്ന് തുറന്നിടാം. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു വാഴക്കൊല. ഞാൻ എൻ്റെ മോർണിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ്. സോ ഇന്നും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ട് ഇരിക്കുവാണ്. ഞാൻ എന്നും ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇന്നത്തെ എൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു സ്റ്റഡി ടേബിൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നതാണ്. എൻ്റെ സ്റ്റഡി ടേബിളിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ പുറത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സെം എക്സാമും അതോടൊപ്പം തന്നെ പ്രോജക്റ്റും അങ്ങനെ കുറേ കാര്യങ്ങളുടെ പിറകെ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ടേബിൾ അങ്ങനെ തീരെ യൂസ് ചെയ്യാറില്ലായിരുന്നു. ഞാൻ ബെഡിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫുൾ ബിസി ആയിരുന്നു. കഴിച്ച ബ്രെഡിൻ്റെ പാക്കറ്റ് വരെ ടേബിളിൻ്റെ പുറത്തിരിപ്പുണ്ട്. സോ നമുക്കതൊന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ ടേബിളിൻ്റെ പുറത്താണ് കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര ദിവസം ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും എന്ന് എനിക്കറിയില്ല. എൻ്റെ മീൻകുട്ടികളായിട്ടോ നേരത്തെ കാണിച്ചു തന്നെ. സോ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ടേബിൾ ഇങ്ങനെ നല്ല ക്ലീനാക്കി മാറ്റുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കിയാലോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ജനലൊക്കെ എന്താകുന്നില്ല ശുദ്ധവായു ആണെന്നോ മെയിൻ. സോ ഇനി എൻ്റെ പറ്റുള്ള ഓരോ ഐറ്റങ്ങളായിട്ട് ഞാൻ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം എല്ലായിടത്തും മാറ്റി എങ്ങോട്ടെങ്കിലും വെച്ചാൽ മതിയല്ലോ. ആ വെക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ ഫിഷ് ബൗളിൽ ആ മീനുകൾ ആ ഒരു ടൈമിൽ സ്പീഡാക്കിയപ്പോൾ ഓടുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്കിതാ ഇങ്ങനെ ഒരു കുഞ്ഞു ബുദ്ധ കോർണറുണ്ട്. രാത്രി മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം എപ്പോഴും ചെയ്യാറില്ല, വല്ലപ്പോഴും ചെയ്യുമ്പം നല്ലൊരു എസ്തറ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്തതാണ്. ഇത് പിന്നെ ഞാൻ എവിടുന്നോ പറക്കിയെടുത്ത കുറച്ച് മഞ്ചാടി കുരുകളാണ്. അങ്ങനെ ടേബിളിൽ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ടേബിളിന് പുറത്ത് ഒരു വൈറ്റ് ക്ലോത്താണ് വിരിച്ചിരുന്നത്, അതൊക്കെ ഒന്ന് മാറ്റി. ഇനി ജനലിലെ പൊടിയും കൂടെ ഒന്ന് തട്ടണം. അതുകൊണ്ട് തന്നെ ബുദ്ധ കോർണർ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റുവാണ്. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും നമുക്ക് അസംബിൾ ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ജനലിൻ്റെ പൊടി തട്ടാനായിട്ട് ഞാൻ ഈ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം പൊടിയൊക്കെ പോകും. പിന്നെ ഞാൻ ആ മാസത്തിലൊരു ദിവസം ജനൽ തുടച്ചെടുക്കാറാണ് പതിവ്. സോ അതുകൊണ്ട് തന്നെ വലിയ പൊടിയൊന്നുമില്ല. പിന്നെ ഞാനത് പഠിക്കുമ്പം എങ്ങനെ പഠിക്കാം എന്നൊക്കെ ഒന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പേപ്പറാണ്. സോ നമുക്ക് വീണ്ടും ആ ബുദ്ധ കോർണർ തിരിച്ചവിടെ സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് നമ്മുടെ സൂര്യ, ഏഷ്യാനെറ്റ് സീരിയലുകളുടെ BGMഉം ഡയലോഗ്സൊക്കെയാണ്. ഞാൻ ഇന്നും ഇപ്പം ടൈം രാത്രി 10:30 ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഇരുന്ന് ഇനി ഇതിന് വോയിസ് ഓവർ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഈ വീഡിയോ നാളെയും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരുന്ന് ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസും അതുപോലെ തന്നെ കുറച്ച് കഫിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് വീഡിയോ അല്ലേ, അതുകൊണ്ട് പയ്യെ നമുക്കെല്ലാം ശരിയാക്കി വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം കേട്ടോ. ഇത്രയും നേരം ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് മച്ച് ടൈം. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നുമില്ല, പക്ഷേ എന്നിട്ടും കാണുന്നതിന് ഒരുപാട് നന്ദി. ഇത് ഞാൻ ആ ബുദ്ധ കോർണർ സെറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ്. നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് കേട്ടോ. രാത്രി തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഇതിന് മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ തന്നെ നല്ലൊരു സമാധാനമാണ്. സോ ബാക്ക് ടു ക്ലീനിങ്. എൻ്റെ ടേബിളൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുത്തു. ആ കിടക്കുന്ന കട്ടിൽ കണ്ടായിരുന്നു, അവിടെയാണ് ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും ഈ ടേബിളിൽ നിന്നെടുത്ത് ഡംപ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി എനിക്ക് ടേബിൾ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം എൻ്റെ ബെഡൊന്ന് വൃത്തിയാക്കാൻ. ഞാൻ അങ്ങനെ ചെയ്യുന്നതിനൊരു റീസൺ കൂടി ഉണ്ട്. കാരണം ഞാനാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പം റെസ്റ്റ് എടുക്കണം. സോ എന്ത് ചെയ്യണം, എല്ലാം ബെഡിൽ കൊണ്ടിടുവാണെങ്കിൽ അവിടെ ആയിരിക്കുമല്ലോ കിടക്കുന്നത്. സോ ബെഡും കൂടെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കിടക്കാൻ പോകാറുള്ളൂ. അപ്പം ക്ലീനിങ് കഴിഞ്ഞു. എൻ്റെ ടേബിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇതെൻ്റെ മീൻകുട്ടീസാണ്. ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെറുതെ കൊടുത്തപ്പം ക്യാപ്ചർ ചെയ്തപ്പം ഇതിൽ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ കുറേ നേരം ഇവരെ നോക്കിയിരിക്കും. എനിക്കൊരു പ്രത്യേക തരം സമാധാനമാണ് ഇങ്ങനെ ഇവരെ നോക്കിയിരിക്കുമ്പം. ആ ബുദ്ധ കോർണറിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുറേ സ്ട്രെസ്സ് പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് നമ്മളുടെ ഫോക്കസ് അവരിലേക്ക് മാത്രം പോവുകയാണ്. സോ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. പിന്നെ ഈ ഫിഷിനെ ഇങ്ങനെ ബൗളിലിടുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമല്ല, കാരണം അത് അവർക്ക് അത്ര നല്ലതല്ല. കുറച്ചും കൂടെ നല്ലൊരു പ്ലേസ് നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെയാണ് എൻ്റെ ബെഡ് കിടക്കുന്നത്. സോ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.